നബി തങ്ങൾ പറഞ്ഞത് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ഈ ദുആ പഠിച്ചു വെക്കണം. ആണുങ്ങളും പെണ്ണുങ്ങളും, കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും എല്ലാവരും പഠിച്ചു വെക്കേണ്ട ഒരു ദുആയാണ്. ഈ ദുആ എല്ലാവരും ചെയ്യണേ. ഈ ദുആ ചെയ്യുന്നവന് സ്വർഗ്ഗത്തിലൊരു കൊട്ടാരമുണ്ടെന്നാണ്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ. എന്താണ് ദുആയ്ക്കകത്ത് പറയുന്നതെന്നറിയോ? അല്ലാഹുവേ, എന്റെ ഭാര്യ നീ സ്വാലിഹത്താക്കണേ അല്ലാ. ഒരു ഭർത്താവ് ദുആ ചെയ്യുകയാണ്, പടച്ചവനെ എന്റെ ഭാര്യ നീ നന്നാക്കണം തമ്പുരാന്. ഒരു ഭാര്യ ദുആ ചെയ്യുന്നു, എന്റെ ഭർത്താവിനെ നന്നാക്കണം തമ്പുരാന്. അല്ലാഹുവേ, എന്റെ മക്കളെ സ്വാലിഹീങ്ങളാക്കണം പടച്ചവന്. എന്റെ കണ്ണിന് കുളിർമയുള്ളവരാക്കണം തമ്പുരാന്. ഈ ദുആയിന്റെ അർത്ഥം അതാണ്. കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരാ, അല്ലാഹുവേ എനിക്കൊരു സ്വാലിഹത്തായ ഭാര്യയെ തരണേ അല്ലാ. എനിക്ക് അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു ഭർത്താവിനെ തരണേ അല്ലാ. ഇതാണ് ആ ദുആയിന്റെ അർത്ഥം. അതുകൊണ്ട് വാപ്പ ദുആ ചെയ്യുകയാണ്, എന്റെ ഭാര്യ നന്നാക്കണം തമ്പുരാന്, എന്റെ മക്കളെ നന്നാക്കണം തമ്പുരാന്, അവരെനിക്ക് സ്വർഗം വാങ്ങിത്തരുന്നവരാക്കണം തമ്പുരാന്. എന്നിട്ട് അവസാനം നീ പറയുന്നത് എന്തെന്നറിയുമോ? അല്ലാഹുവേ, എന്നെ നീ നന്നാക്കണേ അല്ലാ. എന്നെ നീ നന്നാക്കണം തമ്പുരാന്. എന്നെ ഇമാമാക്കണം തമ്പുരാന്. പള്ളിയിലെ ഇമാമല്ല, മഹല്ലിലെ ഇമാമല്ല, പിന്നെ എന്നെ ആരാണ്, എന്നെ എങ്ങനെയാണ് ഇമാമാക്കേണ്ടത്? ലിൽ മുത്തഖീന ഇമാമാ. എന്റെ ഭാര്യയുടെ ഇമാമാക്കണം, എന്റെ മക്കളുടെ ഇമാമാക്കണം. എന്റെ ഭാര്യക്കും എന്റെ മക്കൾക്കും മാതൃകയാകുന്ന, അവർക്ക് രണ്ടുപേർക്കും ഇമാമത്ത് നിൽക്കാൻ അർഹതയുള്ള, എനിക്ക് എന്നെ നീ ഇമാമാക്കണേ എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യണമെന്ന് നബി തങ്ങൾ പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, കുടുംബമെന്ന് പറഞ്ഞാൽ ആരാ? ഈ കാണുന്ന ഓളമൊന്നുമല്ല സഹോദരാ. കുടുംബമെന്ന് പറഞ്ഞാൽ ആരെന്നറിയോ? കുടുംബത്തിന്റെ വില എന്തെന്നറിയോ? കുടുംബത്തിന്റെ മഹിമ എന്തെന്നറിയോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ യാസീൻ പാരായണം ചെയ്യുന്നവരാ. ആ യാസീൻ എന്ന് പറയുന്ന സൂറത്തിന്റെ അകത്തൊരായത്ത് കാണാം. വഅസ്വാജുഹും ഫീ ദിലാലിൻ അലൽ അറായികി മുത്തഖിയൂൻ ലഹും ഫീഹാ فاكهة ولهم ما يدعون سلام قولا من رب رحيم. ഈ ഒരുമിച്ച് കൂടിയിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നാളെ ഞാനും നിങ്ങളും അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ പാലിരിപികളും തേനിരിപികളും ഒഴുകുന്ന പടച്ചറബിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗ്ഗമുണ്ടല്ലോ. ലഹും ജന്നാതുൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ. പാലിരിപികളും തേനിരിപികളും ഒഴുകുന്ന ഞാനും നിങ്ങളും എത്ര ചിന്തിച്ചാലും മനസ്സിലാകാത്ത അല്ലാഹുവിന്റെ സ്വർഗ്ഗമുണ്ടല്ലോ. പടച്ചവനെ, അല്ലാഹു എല്ലാം ഒരുക്കി വെച്ചിരിക്കുകയാണ്. അവിടെ കഷ്ടപ്പാടില്ല, ദുരിതമില്ല, ജോലിയില്ല, ദാരിദ്ര്യമില്ല, പട്ടിണിയില്ല, പ്രയാസമില്ല. അവിടെ വഅദ കേൾക്കണ്ട, വഅദ പറയണ്ട, സദഖ കൊടുക്കണ്ട, നിസ്കരിക്കണ്ട, നോമ്പ് പിടിക്കണ്ട, ഒരു നന്മയും ചെയ്യണ്ട. ഇന്നത് ചെയ്യരുത്, ഇന്നത് ചെയ്യരുതെന്ന് പറയാൻ, നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കാൻ ഒരാള് പോലും ഇല്ലടോ. എന്ത് വേണമെങ്കിലും തിന്നാ, എന്ത് വേണമെങ്കിലും കുടിക്കാം, എങ്ങനെ വേണമെങ്കിലും നടക്കാം. ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത പടച്ചറബിന്റെ സ്വർഗ്ഗമുണ്ടല്ലോ. അവിടെ പ്രായമുള്ളവരില്ല, ഗ്ലാമർ കുറഞ്ഞവരില്ല. എന്റെ ചെറുപ്പക്കാരാ, എല്ലാവർക്കും 33 വയസ്സാ.
അള്ളാന്റെ സ്വർഗത്തില് ആണിനും പെണ്ണിനും 33 വയസ്സാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടെ കറുത്തവരില്ല. എല്ലാവർക്കും മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ പ്രവാചകനായ യൂസുഫ് നബിയുടെ ഗ്ലാമറാണ്. എല്ലാവരും പടച്ചവനെ 33 വയസ്സുകാര് അടിച്ചു പൊളിച്ച് അല്ലാഹുവിന്റെ സ്വർഗത്തിൽ ഇങ്ങനെ നടക്കാം. ആ സ്വർഗത്തിലേക്ക് ഞാനും നിങ്ങളും കടന്നു ചെല്ലുമ്പോ ഒരു കുടുംബം കാണുകയാണ്, ഒരു കുടുംബത്തെ കാണുകയാണ്. ഒരു ഭാര്യയും ഭർത്താവും തന്റെ മക്കളുടെ കൈപിടിച്ചിട്ട് അല്ലാഹുവിന്റെ സ്വർഗത്തിലെ ചാരുകസേരയിലിരുന്ന് ആടുകയാണ്. അവര് സുഖിക്കുകയാണ്. ബീച്ചിലല്ലടോ, കടപ്പുറത്തല്ലടോ, അല്ലാഹുവിന്റെ സ്വർഗത്തിൽ ഒരു ഭാര്യയും ഒരു ഭർത്താവും തന്റെ മക്കളുടെ കൈപിടിച്ചിട്ട് അവര് കുടുംബസമേതം സ്വർഗത്തിലിരുന്ന് ആസ്വദിക്കുകയാണ്. നിങ്ങൾ അവരുടെ ചാരത്ത് നിൽക്കുകയാണ്. അവർക്ക് ഖിദ്മത്ത് ചെയ്യാൻ, അവർക്ക് ഭക്ഷണം എടുത്തു കൊടുക്കാൻ, അവർക്ക് ആവശ്യമുള്ളത് ചെയ്തു കൊടുക്കാൻ അല്ലാഹുവിന്റെ സ്വർഗത്തില് സഹോദരാ നിങ്ങൾ നിന്റെ ചാരത്ത് വന്ന് നിൽക്കുകയാ. അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും രസമുള്ളതാ കദളിപ്പഴം തിന്നാനും താരാട്ടു പാടാൻ തോഴിമാർ പലരുണ്ട്. കൈമുട്ടുവാൻ ചില ദാസിമാർ വരവുണ്ട്. മണിയില്ല റബ്ബേ, മണിയില്ല റബ്ബേ, വാങ്ങുവാനാ വീട്. കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്. അതിലേക്കു നീ ഒരു പാസുതാമന്നാനേ, അതു നിന്റെ പക്കൽ മാത്രമാഹന്നാനേ. ഒരുമിച്ച് കൂടിയവരോട് പറയുകയാണ്, ഈ വഅലിന്റെ സദസ്സിലിരിക്കുന്ന ഈ സംഗമത്തിൽ ഒരുമിച്ച് കൂടിയ ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ കയ്യിൽ പിടിക്കുന്നു, അല്ലാഹു തന്ന മക്കളെ കയ്യിൽ പിടിക്കുന്നു. എന്നിട്ട് അല്ലാഹുവിന്റെ സ്വർഗത്തിൽ പോയിട്ട് അവര് ചാരുകസയിലിരുന്ന് ഇങ്ങനെ സുഖിക്കുകയാണ്. അവര് സ്വർഗത്തിലിരുന്ന് ആസ്വദിക്കുകയാണ്. ആ സമയത്ത് അതാ സ്വർഗത്തിലേക്ക് കടന്നു വരുന്ന മലക്കുകൾ അവരോട് പറയുന്നു, അസ്സലാമു അലൈക്കും. മരിക്കുന്ന കാലം വരെ ഒരു പാപം ചെയ്യാത്ത അല്ലാഹുവിന്റെ മലക്കുകളുണ്ടല്ലോ, നിന്നെയും നിന്റെ ഭർത്താവിനെയും നിന്റെ മക്കളെയും കാണുമ്പോ അവര് പറയുന്നു, അസ്സലാമു അലൈക്കും. സ്വർഗത്തിലെ മലക്കുകൾ പോലും നിന്നോട് സലാം പറയുകയാ. അതാ സ്വർഗത്തിൽ കടന്നു വരുന്നവര് മുഴുവനും, സ്വർഗത്തിൽ കടന്നു വരുന്നവര് മുഴുവനും നിന്നെ കാണുമ്പോ സലാം പറയുകയാണ്. ഇന്ന് നിന്നോട് പറയാ മടിയാണ്, നീ ആരാണെന്ന് ആർക്കും അറിയില്ല. എന്നാൽ ഇവിടെ ഇരിക്കുന്ന ഒരു കുടുംബത്തെ കാണുമ്പോ സ്വർഗത്തിലെ മലക്കുകൾ സലാം പറയുകയാ, സ്വർഗവാസികൾ സലാം പറയുകയാ. അങ്ങനെ എല്ലാവരും നിന്നെ ബഹുമാനിക്കുകയാണ്, ആദരിക്കുകയാണ്, സ്ഥാനം തരികയാണ്. ആ സമയത്ത് ഈ ഒരുമിച്ച് കൂടിയ പെണ്ണുങ്ങൾ ചോദിക്കുകയാ, ആമിന, എങ്ങനെ അല്ലാഹു നിനക്ക് ഇങ്ങനെ ഒരു പ്രതിഫലം തന്നത്? ഏ സഹോദരാ, നിന്റെ കുടുംബക്കാരൻ അവന്റെ ഭാര്യയും മക്കളുമായി നാളെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിൽ ഇരുന്നിട്ട് ആസ്വദിക്കുന്നത് കാണുമ്പോ നീ തന്നെ ചോദിക്കും, അബൂബക്കർ എങ്ങനാടാ, എങ്ങനാ നിങ്ങൾക്ക് ഈ പ്രതിഫലം കിട്ടിയത്? നിങ്ങൾ ദുനിയാവിലും ഒരുമിച്ചാണ്, നിങ്ങൾ സ്വർഗത്തിലും ഒരുമിച്ചാണ്. എങ്ങനെയാ അല്ലാഹു നിനക്ക് ഈ ഭാഗ്യം തന്നത് എന്ന് നാളെ സ്വർഗത്തിൽ വെച്ച് ഒരു കുടുംബത്തോട് ചോദിക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഈ സദസ്സിലിരിക്കുന്ന ഒരു മനുഷ്യൻ നാളെ അവന്റെ ഭാര്യയും അവന്റെ മക്കളെയും കയ്യും പിടിച്ചിട്ട് സ്വർഗത്തിലിരുന്നിട്ട് ഇങ്ങനെ ആസ്വദിക്കും. ഊഞ്ഞാലിനകത്തിരുന്നിട്ട് ഇങ്ങനെ ആസ്വദിക്കും. ചുറ്റുഭാഗത്ത് ഖിദ്മത്ത് ചെയ്യാൻ പെണ്ണുങ്ങൾ ഉണ്ടാകും, ചുറ്റുഭാഗത്ത് ഖിദ്മത്ത് ചെയ്യാൻ പെണ്ണുങ്ങൾ ഉണ്ടാകും. നീ സ്വർഗത്തിൽ ഇരുന്ന് ആസ്വദിക്കുമ്പോ മലക്കുകൾ പോലും നിന്നോട് പറയും, അസ്സലാമു അലൈക്കും. നിന്റെ വിഷമം എന്താ? ഇപ്പൊ ഇവിടെ ഇറങ്ങി പോകുമ്പോ നിന്റെ കുടുംബക്കാരി പോലും നിന്നോട് സലാം പറയുന്നില്ല, നിന്റെ കുടുംബക്കാരി പോലും പറയുന്നില്ല, നിന്റെ കുടുംബക്കാരൻ പറയുന്നുണ്ടോ നീ ആരാന്നറിയോ? എന്നാ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് മലക്കുകൾ പറയും നിന്നോട് സലാം. അള്ളാന്റെ സ്വർഗത്തിൽ വെച്ച് മലക്കുകൾ
മലക്കുകൾ പറയും, വരുന്നവരും പോകുന്നവനും എല്ലാം പറയും. എല്ലാരും ചോദിക്കും എങ്ങനാ ഇവിടെ വന്നതെന്ന്. ഞാൻ സ്വർഗത്തിൽ പോയപ്പോ ഒരുമിച്ചല്ലേ പോണ്ടേ? സ്വർഗത്തിൽ പോകുമ്പോ ഒരുമിച്ചാ പോണ്ടേ? അല്ല, വിരുന്നിന് പോകുമ്പോ ഒറ്റയ്ക്കല്ല പോണ്ടേ, കുടുംബസമേതാ പോണ്ടേ. വിരുന്നിന് വരുമ്പോ നീ മാത്രം വന്നാൽ മതി എന്ന് ആരും വിളിക്കാറില്ല. അള്ളാഹ് പറയുന്നത് എല്ലാരും വിരുന്നിന് വരാനാ പറയണ, സ്വർഗത്തിലേക്ക് കുടുംബസമേതം പോകണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. കുടുംബസമേതം വേണം വിരുന്നിന് പോകാൻ. അള്ളാഹു വിരുന്നിന് വിളിക്കുന്നു. അള്ളാഹ് പറയാ വരാൻ. ചീത്ത വിളിക്കാതിരുന്നാ മതിയില്ലേ അല്ലേ? ഭർത്താവിന് എന്താ വിളിക്കുക? ഞാൻ കുടുംബം കലക്കാൻ വന്നതല്ല, അതുകൊണ്ട് ഞാൻ പറയണില്ല. ഞാന് ഒരു വീട്ടിൽ പോയപ്പോ ഭാര്യ ഭർത്താവിനെ വിളിക്കുന്നു, എടാ ഇങ്ങെടുക്കടാ. ഇങ്ങനെ എടാ ഭർത്താവിനെ എടാന്ന് വിളിക്കുന്ന പെണ്ണുങ്ങളില്ലേ? പ്രേമിച്ചല്ലേ കെട്ടിയത്, അതുകൊണ്ട് പിന്നെ എടാ വാടാണല്ലോ അല്ലേ? പ്രേമിച്ച് കല്യാണം കഴിഞ്ഞല്ലോ, അവന് പിന്നെ ഒന്നും പറയാനില്ലല്ലോ. എടാ എടാ തന്നെ വിളിക്കാം. ചില പേര് വിളിക്കില്ലേ? പേര് വിളിക്കാറില്ലേ? ഭർത്താവിന്റെ പേര് വിളിക്കാറില്ലേ? വിളിക്കാറുണ്ടില്ലേ? ഉമ്മാനെ എന്താ വിളിക്കണേ? ആമിന ഉമ്മാന. നീയൊക്കെ നിന്റെ ഉമ്മാനെ വിളിക്കണ എന്താ? വാപ്പാടെ പേര് അബൂബക്കർ എന്നാ, നീ വാപ്പാന്നാണോ വിളിക്കണ? അബൂബക്കർ വാപ്പാന്നാ വിളിക്കണ? ആമിന ഉമ്മാനെ വിളിക്കണ എന്താ? ഉമ്മാടെ പേര്, എന്റെ പേര് സിറാജ്, എന്റെ മോൻ എന്നെ കാണുമ്പോ സിറാജ് വാപ്പ, സിറാജ് വാപ്പാന്നാ വിളിക്കണ്ട. എന്റെ പെണ്ണുമ്പോൾ എന്നെ വിളിക്കേണ്ടത് സിറാജിക്ക, സിറാജിക്ക. അള്ള കൊടുത്ത ചില സ്ഥാനം കേട്ടാ, അത് മറന്നു പോകരുത്. അള്ളാഹു കാത്തിരശികുമാറാകട്ടെ. ഭർത്താവിന്റെ പേര് വിളിക്കാൻ ഞാൻ ഹറാമാണെന്നൊന്നും പറയുന്നില്ല, പക്ഷെ അത് ബഹുമാനത്തിനൊരു പള്ളിയിലെ ഹത്തീബ് ആരാ കൊടുത്ത ഹത്തീബ്? ഉസ്താദ് അലി ഉസ്താദ്. ഇമാമ ഉസ്താദിനെ ഇമാമെ ഉസ്താദ് എന്ന് വിളിക്കണോ? അലി ഉസ്താദ്, അലി ഇമാമെ അലി ഇമാമ എന്ന് വിളിക്കുക. അങ്ങനെ വിളിക്കുക. ഇവിടെ അള്ള കൊടുത്ത ചില സ്ഥാനമുണ്ട്. വാപ്പ, ഉമ്മ, വയസ്സിന് മൂത്തവര്. ഒരു നിന്റെ കുടുംബത്തിലെ ഏറ്റവും കാരണവനെ കാണുമ്പോ പേരാ വിളിക്കണം. അത് അള്ള കൊടുത്ത ചില സ്ഥാനമുണ്ട്, അത് കൊടുക്കണം. ഭർത്താക്കന്മാരുടെ പേര് അതൊക്കെ പറയാതിരിക്കാൻ നല്ലത്. പണ്ടാരെ ലൈവ് ഉള്ളതുകൊണ്ട് ഞാൻ ഒന്നും പറയണില്ല, കാരണം ഇതുങ്ങളെ ഒന്നും പറയാൻ പറ്റത്തില്ലടോ. ഞാൻ പണ്ട് 8-9 കൊല്ലമായി പെണ്ണുങ്ങളെ തല്ലാൻ പറ്റുന്ന 5 സമയമുണ്ടെന്ന് പ്രസംഗിച്ചതാ. ഇപ്പൊ 29 കേസുണ്ട് എനിക്ക്. അള്ളാഹു കാത്തിരശികുമാറാകട്ടെ. ഇതാവസ്ഥ. നിങ്ങളൊന്നും പറയാൻ പറ്റില്ല, പറഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാണ്. കേസ് ഏത് വഴിയില്ല ഇല്ലേ? അള്ളാഹു നമ്മളെ കാത്തിരശികുമാറാകട്ടെ. ഭർത്താവിന്റെ പേര് വിളിക്കണ പെണ്ണുങ്ങളുണ്ട്. അത് പുതിയ ട്രെൻഡായി ഇപ്പൊ. അങ്ങനെ ഇപ്പൊ അതൊക്കെ തന്നെ പുതിയ ട്രെൻഡുകളാണല്ലോ പലതും അല്ലേ? കല്യാണം കഴിഞ്ഞാൽ പേര് മാറ്റിയില്ലേ നിങ്ങൾ അല്ലേ? ഇപ്പൊ പുതിയ ട്രെൻഡ് അനുസരിച്ച് കല്യാണം കഴിഞ്ഞാൽ പേര് മാറും. എന്റെ ഭാര്യയുടെ പേര് സുമയ്യ എന്നാ. കല്യാണം കഴിഞ്ഞാൽ പിന്നെ പേര് മാറും. സുമയ്യ സിറാജ്. വെറൈറ്റി അല്ലേ? എല്ലാരും വെറൈറ്റിയാ. കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോ നിന്റെയൊക്കെ തല തിരിഞ്ഞു പോയി, പേര് മാറിപ്പോയി. ഇവിടെ നിങ്ങൾക്കറിയോ, ഒരാളുടെ പേരിന്റെ കൂടെ ഒരാളുടെ പേര് ചേർക്കാൻ അനുവാദമുള്ളൂ. ഒരാളുടെ പേരിന്റെ കൂടെ ഒറ്റ പേരെ ചേർക്കാൻ അനുവാദമുള്ളൂ. ആരുടെ പേരാ? നിനക്ക് ജന്മം നൽകിയ നിന്റെ വാപ്പാടെ പേര്. ഉപ്പാടെ പേരല്ലാതെ വേറെ ആരുടെയും പേര് കൂടെ ചേർക്കാൻ അനുവാദമില്ല. ഫാത്തിമ ബീവിയുടെ പേര് ഫാത്തിമ അലി എന്നായിരുന്നില്ല. ആയിഷ ബീവിയുടെ പേര് ആയിഷ മുഹമ്മദ് എന്നായിരുന്നില്ല. അത് പഠിക്കും. കാരണം വാപ്പയും മക്കളും തമ്മിലുള്ള ബന്ധം ഒരിക്കലും മുറിയൂല. നിന്റെ കെട്ടിയവൻ എപ്പോ വേണമെങ്കിലും നിന്നെ തേച്ചിട്ട് വേറെ പെണ്ണ് കെട്ടും. അള്ളാഹു കാത്തിരശികുമാറാകട്ടെ. നീയും ഭർത്താവും തമ്മിലുള്ള ബന്ധം എന്താ? നിന്നെ എപ്പോ വേണമെങ്കിലും ഓൻ ഒഴിവാക്കും, എന്നിട്ട് വേറെ പെണ്ണ് കെട്ടും. അപ്പൊ നീ ആധാർ തിരുത്തുവോ? എങ്ങനെ താത്ത തിരുത്തോ? നിന്റെ ഭർത്താവ് മരിച്ചുപോയി, നീ എന്ത് ആധാർ തിരുത്തുവോ? അതാ മനസ്സിലാക്കണ്ടേ. പേരുകൾ ചേർക്കുന്ന അങ്ങനെ പുതിയ ട്രെൻഡുകൾ കടന്നു വരികയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നീ സ്വർഗത്തിൽ പോകുമ്പോ നിന്റെ ഭാര്യ ഉണ്ടാകണം, നിന്റെ മക്കൾ ഉണ്ടാകണം. പോകുമ്പോ കുടുംബസമേതം പോകണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ എല്ലാരും ചോദിക്കും, നിങ്ങൾ എങ്ങനെയാ ഇവിടെ വന്നേന്ന്? നിങ്ങൾ എങ്ങനെയാണ് അള്ളാഹുവിന്റെ സ്വർഗത്തിൽ കുടുംബസമേതം വന്നത് എന്ന് ചോദിക്കുമ്പോ അവരങ്ങോട്ട് മറുപടി പറയും. വരാനുള്ള കാരണം 4 കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു.
ഈ 4 കാര്യം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അവർ കുടുംബസമേതം സ്വർഗത്തിൽ വന്നത്. ആ 4 കാര്യങ്ങൾ നമുക്കും പാലിക്കാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ബാങ്ക് വിളിക്കാൻ സമയമായി. ഇല്ലേ അലീസ? ഇപ്പൊ വിളിക്കൂലേ? 10 മിനിറ്റ് ഉണ്ട്, 5 മിനിറ്റ് കൂടെ ഉണ്ട്. ഈ 5 മിനിറ്റ് കൊണ്ട് 4 എണ്ണം പറയാൻ പറ്റൂല. ഇപ്പൊ ബാങ്ക് വിളിക്കും. ഇപ്പൊ ഇൻഷാ അല്ലാഹ് ഈ 4 കാര്യം കേൾക്കണമെങ്കിൽ ഒരു ദിവസം വഴുത് വെക്കണം, എങ്കിലേ കേൾക്കാൻ പറ്റും. ഒരു ദിവസം വഴുത് വെച്ചാൽ ഈ 4 കാര്യം ഞാൻ പറഞ്ഞു തരാം. അല്ലാതെ ഇപ്പൊ സമയമില്ല. ഇൻഷാ അല്ലാഹ് എവിടെങ്കിലും ഒന്ന് വഴുത് കേൾക്കുക. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. പരസ്പരം സ്നേഹമുണ്ടായാൽ മതി. ഭാര്യയും ഭർത്താവും നമ്മൾ വിചാരിക്കുന്നത് കല്യാണം കഴിഞ്ഞ് 2 മാസം ഹണിമൂൺ ആഘോഷം സ്നേഹം, ഓ എന്താ പടച്ചവനെ, ബൈക്കൊക്കെ വെച്ചിട്ട് റോഡിലൂടെ എങ്ങനെ കൊണ്ടുപോകും ഭാര്യയെ. അതൊന്നുമല്ലടോ. മരിക്കുന്ന ദിവസം വരെ സ്നേഹമുണ്ടാകണം. മരിക്കുന്ന ദിവസം വരെ സ്നേഹമുണ്ടാകണം. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധമതാ. ഇൻഷാ അല്ലാഹ് അങ്ങനെ അള്ളാഹു അങ്ങനെയുള്ള ഒരു സ്നേഹം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ഭാര്യയും ഭർത്താവും എങ്ങനെയാകണമെന്നറിയോ? നിങ്ങളെ കണ്ടാ നിങ്ങളുടെ മക്കൾ വളരുന്നത്, നിങ്ങളെ കണ്ടിട്ടാ വളരുന്നത്, അല്ലാതെ വേറെ ആരെയും കണ്ടിട്ടില്ല. ഉപ്പാടെ സ്വഭാവം ഉമ്മയുടെ സ്വഭാവം മക്കൾക്കുണ്ടാകും, അത് കണ്ടിട്ടാ വളരുന്നത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എങ്ങനെയാണ് ഈ സ്നേഹം ഉണ്ടാകുന്നത്, എങ്ങനെയാണ് ഇവർ തമ്മിലുള്ള ബന്ധം എന്താ. ഇവിടെ ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം നിങ്ങൾ മനസ്സിലാക്കും. മക്കളെ വളർത്തേണ്ടത് എങ്ങനെയാണെന്ന് പഠിക്കുക. ഞാൻ ഒരു ചരിത്രം പറയാം. ഒറ്റ ചരിത്രം ഞാൻ നിങ്ങൾക്ക് പറയാം. മക്കളെ എങ്ങനെയാണ് വളർത്തേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരുപാട് ഭാര്യമാരുണ്ടായിരുന്നു. നബി തങ്ങൾക്ക് എന്നാൽ ഭാര്യമാരിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ. അള്ളാന്റെ റസൂലിന് ഏറ്റവും ഇഷ്ടം ഖദീജാനെയാണ്. ഖദീജ ബീവി മരണപ്പെട്ടു, എന്നാലും നബി തങ്ങൾ എപ്പോഴും പറയും എന്റെ ഖദീജ, എന്റെ ഖദീജ, എന്റെ ഖദീജ. ഒരു ഭാര്യയോടും മറ്റൊരു ഭാര്യയെ കുറിച്ച് പറഞ്ഞാൽ ഓക്കൊട്ടും ഇഷ്ടപ്പെടില്ല. അപ്പൊ നബി തങ്ങൾ എപ്പോഴും മറ്റുള്ളവരോട് പറയും, മറ്റു ഭാര്യമാരെന്തെങ്കിലും ചെയ്യുമ്പോ പറയും എന്റെ ഖദീജ അങ്ങനല്ലട്ടാ, ആയിഷ നിന്നെ പോലെയല്ല എന്റെ ഖദീജ. മറ്റുള്ള ഭാര്യമാരോട് മുഴുവനും നബി തങ്ങൾ ഖദീജയെ കുറിച്ച് മദ്ഹ് പറയും. സ്നേഹം എന്ന് പറഞ്ഞാൽ നബി തങ്ങൾക്ക് ആരെങ്കിലും ഒരു നല്ല ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്താ ആ ഭക്ഷണം നേരെ ഖദീജയുടെ ഫ്രണ്ടിന്റെ വീട്ടിൽ കൊടുത്തു വിടും. അതാ സ്നേഹം. ബാപ്പായും ഉമ്മായും മരിച്ചുപോയ മാതാപിതാക്കളോടും മക്കൾക്കുള്ള കടമ എന്താണെന്ന് നബി തങ്ങളോട് ചോദിച്ചപ്പോ ദുആ ചെയ്യലും സദഖ കൊടുക്കലും ആണ്ട് നടത്തലും മാത്രമല്ല സ്നേഹം. വാപ്പയോടും മരിച്ചുപോയ ഉപ്പയോടും ഉമ്മയോടുമുള്ള കടമകളെ കുറിച്ച് ചോദിച്ചപ്പോ വർഷാവർഷം ആണ്ട് നടത്തുന്നുണ്ട്, സദഖ കൊടുക്കുന്നുണ്ട്, ദുആ ചെയ്യുന്നുണ്ട്. ഇത് മാത്രമല്ല കടമ. വാപ്പയുടെ കൂട്ടുകാർ, വാപ്പയുടെ കുടുംബക്കാരെ നീ സ്നേഹിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിന്റെ വാപ്പാടെ കുടുംബക്കാരെ നീ സന്ദർശിക്കണം, നീ അവരെ സ്നേഹിക്കണം. ഉമ്മയുടെ കുടുംബക്കാർ, ഉമ്മയുടെ കൂട്ടുകാർ, അവരെ പോലും നമ്മൾ സ്നേഹിക്കണമെന്നാണ്. അപ്പൊ അത് അവരോടുള്ള കടമകളിൽപ്പെട്ടതാ. അപ്പൊ ഖദീജ ബീവി മരിച്ചതിന് ശേഷവും നബി തങ്ങൾക്ക് ഖദീജ എന്ന് പറഞ്ഞ 1000 നാവ. ഒരു നല്ല ഭക്ഷണം കിട്ടിയാൽ പോലും ഖദീജ ബീവിയുടെ ഫ്രണ്ടിന്റെ വീട്ടിൽ കൊടുത്തു വിടും, ഖദീജാനെ ഓർമ്മ വരുമ്പോ. അങ്ങനെ ഇരിക്കുമ്പോഴാ ഒരിക്കൽ നബി തങ്ങൾ എപ്പോഴും ഖദീജയെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ ഒരിക്കൽ ആയിഷ ബീവി റളിയല്ലാഹു തആലയ്ക്ക് ദേഷ്യം വന്നു. നബി തങ്ങളോട് ചോദിച്ചു, ഈ കിളവിയല്ലാതെ വേറെ ഭാര്യയൊന്നുമില്ലേ? ഈ കിളവിയോടല്ലാതെ, കാരണം ഖദീജ ബീവിക്ക് പ്രായമായി, ചോദിക്കുന്നു വേറെ ഭാര്യയൊന്നുമില്ല, ഓളോട് മാത്രം ഇത്ര സ്നേഹം തേന്ന്. തന്റെ ഭാര്യയെ കിളവി എന്ന് വിളിച്ചപ്പോൾ നബി തങ്ങളുടെ കണ്ണ് നിറഞ്ഞടോ. നബി തങ്ങൾ കരഞ്ഞു. ആയിഷ ബീവി അത് വിളിച്ചപ്പോൾ നബി തങ്ങൾ കരഞ്ഞു. അടിക്കുകയോ വഴക്കുണ്ടാക്കുകയൊന്നും ചെയ്തില്ല. നബി തങ്ങൾ അപ്പോഴും പറഞ്ഞു, നീയൊന്നും എന്റെ ഖദീജാനെ പോലെ ആകില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബന്ധമുണ്ടായത്? ഈ സസിലിക്കൽ ഞാൻ ചോദിക്കട്ടെ, ഏതാത്ത നീ മരിച്ചെന്ന് കരുതുക, അല്ലാഹു നിനക്ക് നല്ല മരണം തരുമാറാകട്ടെ. ആണുങ്ങൾ ആമീൻ പറഞ്ഞു, നീ ആമീൻ പറഞ്ഞില്ല. അള്ളാഹു നിങ്ങൾക്ക് നല്ല മരണം തരുമാറാകട്ടെ. ഇപ്പൊ നീ പറയുന്നു നിന്റെ ഇക്കാന് നിന്റെ ജീവനാണ്, നീ ഇല്ലാതെ നിന്റെ ഇക്ക ഉറങ്ങൂല എന്നല്ലേ പറയണേ. നിന്നെ അത്ര ഇഷ്ടമാണെന്ന് പറയുന്നു. നീ മരിച്ചു പോയെന്ന് കരുതുക. നീ മരിച്ചു, 3 കഴിഞ്ഞു, 7 കഴിഞ്ഞു, 17 കഴിഞ്ഞു, 21 കഴിഞ്ഞു, 10-20 ദിവസം കഴിഞ്ഞു. അപ്പോഴാണ് നിന്റെ ഭർത്താവിന്റെ അടുക്ക ഒരു ചങ്ങാതി വന്നിട്ട് പറഞ്ഞു, അളിയാ പോയതൊക്കെ പോയി, അത് അള്ളാഹുടെ തീരുമാനം, അത് മരിച്ചുപോയി, അള്ളാഹ് സ്വർഗം കൊടുക്കട്ടെ. പക്ഷെ നീ ഇങ്ങനെ നടന്നാ മതിയോ?
ഒരു കല്യാണം കഴിക്കണ്ടേ? നീ മരിച്ച 40 പോലും ആയില്ല. അപ്പോഴാ ഒരാൾ നിന്റെ ഭർത്താവിനോട് ചോദിക്കുന്നു, നിനക്കൊരു കല്യാണം കഴിക്കണ്ടേ? ഒരു ആലോചിക്കട്ടെ. നിന്റെ ഇക്ക പറയണ മറുപടി എന്താ? നീ പറ. നിന്റെ ഭർത്താവ് പറയണ മറുപടി എന്താ? അധികം പേരും പറയുന്ന മറുപടി 40 കഴിയട്ടെ അളിയാ, ഇല്ലെങ്കിൽ നാട്ടുകാരെന്തെങ്കിലും പറയും. 40 കഴിയട്ടെ, അതിനു മുമ്പ് കിട്ടിയ നാട്ടുകാരെന്തെങ്കിലും പറഞ്ഞാലോ. ഒരു 40 ദിവസം ക്ഷമിക്കാനാ പറയുന്നത്. അതിനുള്ള മനസ്സ് പോലും പലർക്കും ഇല്ല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇനി നേരെ നിങ്ങൾ ചിന്തിക്ക്, നീ മരിച്ചുപോയി, നിന്റെ ഭാര്യ 4 മാസവും 10 ദിവസവും ഇരിക്കണം. ഇരിക്കോ? അതൊക്കെ പണ്ടായിരുന്നടാ, ഇപ്പൊ യുദ്ധമൊന്നും ഇല്ല. അതൊക്കെ പ്രായമുള്ളവർക്ക്, ചെറുപ്പക്കാർക്ക് യുദ്ധമുണ്ടോ? ഇവിടെ 4 മാസവും 10 ദിവസം 40 വരെ തട്ടിയും മുട്ടിയിരിക്കും. പിന്നെ ഹാളിലോട്ട് ഇറങ്ങും, പിന്നെ പുറത്തോട്ട് ഇറങ്ങും. പിന്നെ പിന്നെ എന്തിന്റെ? എനിക്ക് ഉദാഹരണം പറയുന്നത്, ഇന്നത്തെ കാലഘട്ടം അങ്ങനെ ആയിപ്പോയി. ഒരു സഹോദരി ഒരിക്കൽ വാട്സപ്പിൽ ഉസ്താദ് മെസ്സേജ് ഇട്ടു, ഉസ്താദിനോട് സംശയം ചോദിക്കണം. വാട്സപ്പിൽ ചോദിച്ചാ കുറെ വർഷങ്ങളായി. ഒരു സഹോദരി ചോദിച്ചു, ഉസ്താദ് ഒരു മസല ചോദിക്കണം, ഞാൻ ഇരിക്കുകയാണ്, ഞാനൊന്ന് കോള് വിളിച്ചോട്ടെ. ഇരിക്കുന്ന പെണ്ണിനോട് സംസാരിക്കാൻ പാടില്ല, അതുകൊണ്ട് പറഞ്ഞ് മെസ്സേജ് ഇട്ടാൽ മതി. ആ സഹോദരി മെസ്സേജ് ഇട്ടത്, ഉസ്താദ് ഞാൻ ഇരിക്കുക, എന്റെ ഭർത്താവ് മരണപ്പെട്ടു പോയി, ഞാൻ മറ്റൊരു കല്യാണത്തിന് പത്രത്തിൽ പരസ്യം കൊടുത്തു. ബഹ്റൈനിൽ നിന്ന് ലീവിന് വന്ന ഒരാള് എന്നെ പെണ്ണ് കാണാൻ വരട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് പെണ്ണ് കാണാൻ പറ്റുമോ എന്നാ ചോദിച്ചേ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എപ്പോ ഇരിക്കുന്ന സമയത്ത് അവള് പത്രത്തിൽ പരസ്യം കൊടുത്തു അടുത്ത കല്യാണത്തിന്. അപ്പോഴാണ് ഗൾഫിൽ നിന്ന് ലീവിന് വന്ന ഒരാൾ കാണാൻ അനുവാദം ചോദിക്കുന്നത്. ഞാൻ ആ സഹോദരിയോട് ചോദിച്ചു, നീ എന്തിനാ ഇരിക്കണേന്ന് ചോദിച്ചു. ഇരിക്കണ്ടെന്ന് പറഞ്ഞ കാരണം ഇതിനെക്കാളും നല്ലതിരിക്കാതിരിക്കല. ഇതുപോലെയാണ് ഇന്നത്തെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം. സ്നേഹമില്ല. മക്കള് നോക്കുമ്പോ വാപ്പായും ഉമ്മായും കീരിയും പാമ്പിനെ പോലെ തല്ലുന്നു, ചീത്ത വിളിക്കുന്നു. ഇത് കണ്ടിട്ടാ മക്കള് വളരുന്നേ. വാപ്പയ്ക്ക് മക്കളോട് സംസാരിക്കാൻ സമയമില്ല, ഉമ്മ കടിച്ചു കീറുകയാ മക്കളോട്. ഭർത്താവിനോടുള്ള ദേഷ്യം തീർക്കുന്നത് മക്കളോടാ, അമ്മായിയമ്മയോടുള്ള ദേഷ്യം തീർക്കുന്നത് മക്കളോടാ. ഇത് കണ്ട് ആ ഒരു പീഡനത്തിലാ മക്കൾ വളരുന്നത്. എന്നാ മക്കളെ വളർത്തേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. നീ എങ്ങനെയായിരിക്കണം, ഒരു ഭാര്യയും ഭർത്താവും എങ്ങനെയായിരിക്കണമെന്ന് ഒറ്റ ഒരു ചരിത്രം പറഞ്ഞ് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു നമ്മുടെ ഈ മജ്ലിസ് കബൂലാക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു എത്ര മണി വരെ പോകും? ഇൻഷാ അല്ലാഹ് 1 മണി വരെ. ഞാൻ ഉറങ്ങിയിട്ടില്ല ഇന്നലെ രാത്രി. ഇന്നലെ ഉറങ്ങാതെ, എനിക്കിന്ന് വയനാടാ പരിപാടി. ഇത് കഴിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വയനാട് പോകാൻ. ഇൻഷാ അല്ലാഹ് ഒരൊറ്റ ചരിത്രം പറഞ്ഞ് ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.